എത്ര വർഷമായിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? എത്ര വർഷം? ഞാൻ വന്നിട്ട് 18 കൊല്ലായി. 18 വർഷം. അതെ. നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇത്ര വർഷം നീളുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും, സന്തോഷം നൽകിയും സങ്കടം തോന്നിയതൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കാൻ പറ്റണ ഈ ബിസിനസ്സിൽ വന്നിട്ട് സാറിന് ഉണ്ടായിട്ടുണ്ടോ? എന്താണ്? ഞങ്ങൾ തുടങ്ങിയ ആ മാസത്തിൽ തന്നെയാണ് ഇവിടെ ഗുരുവായൂർ ദേവസ്വൻ്റെ ആനക്കോട്ടയിൽ വടക്കൻ മിരാത ഷൂട്ടിങ് ആരംഭിച്ചത്. അപ്പോൾ സിനിമ ഫീൽഡിലുള്ള ആ സിനിമയിലേക്ക് സെറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളാണ് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് ചെയ്ത് കൊടുത്തത്. സെറ്റ് വർക്കല്ല, അതിലേക്കുള്ള പാർട്സുകൾ, മെറ്റീരിയൽ പാർട്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തത് നമ്മളെ ഇവിടെ നിന്നാണ്. അപ്പോൾ അത് വളരെ ഒരു അനുഭവമായി ഞങ്ങൾ. അതെ, അങ്ങനെ പല സിനിമക്കാരും വന്ന് ഇവിടെ നിന്ന് ഫർണിച്ചറുകൾ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോകുന്ന പരിപാടി. അവർക്ക് ആൻറ്റിക് ഫർണിച്ചറാണല്ലോ നമ്മൾ കൂടുതൽ, അപ്പോൾ അവർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ സാർ? പറയാം. എനിക്ക് ഭാര്യ, 3 ആൺകുട്ടികൾ. അതെ. സാറിൻ്റെ ബിസിനസ്സിൽ വൈഫൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? എന്തെല്ലാം ഡിസൈനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ സജഷൻ പറയാറുണ്ടോ? എന്തൊക്കെ പറയാറുണ്ട്? നമ്മളോരോ ഫർണിച്ചറുകളുണ്ട്, പുതിയ മോഡൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിന് ഇന്ന പരിപാടി അല്ല, ഇന്ന വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്നൊക്കെ പറയും. സജഷനൊക്കെ പറയാം. വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഡ്രോയിങ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ ഓരോ റൂമിൽ ഓരോ വീടിൻ്റെ വർക്കിന് പോവുകയാണെങ്കിൽ മൂപ്പനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മൂപ്പര് അതിൻ്റെ ഡിസൈനൊക്കെ പറഞ്ഞു തരും. ആളൊരു കലാകാരിയാണ്. ഇതൊക്കെ പഠിച്ചതാണോ? ഇല്ല, ആള് കലാവാസനയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കത് ജോലിക്ക് നമ്മുടെ ബിസിനസ്സിൽ അതെ വരച്ചു തരും. ഒരു പരിചയം റഫായിട്ട് വരച്ചു തരും. പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ സാറിൻ്റെ ഇപ്പോൾ 18 വർഷമായി അല്ലേ? ഇനി ഭാവിയിലേക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് സാറിൻ്റെ? എന്തെങ്കിലുമൊക്കെ വേറെ ഐഡിയാസ്? ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണല്ലോ. അപ്പോൾ ഈ ഡിസൈൻ കട്ടിങ്ങൊക്കെ CNC മെഷീൻ ഒരെണ്ണം, കമ്പ്യൂട്ടർ മെഷീൻ ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത 1 മാസത്തിനുള്ളിൽ എത്തും. അധികം എമൗണ്ട് ഒക്കെ ഒരു 15 ലക്ഷം രൂപ ഒരു മെഷീൻ വരും. എന്താണ് അതിൻ്റെ നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ്? ആ മെഷീൻ നമുക്ക് സെമി സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ കിട്ടിയാൽ മതി. ഇത് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണ ഒരു ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവർ വേണമെന്നില്ല. നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈനിനെ, അതിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൂടുതലുണ്ടെങ്കിലാണ് ഒരേ മോഡൽ യൂണിറ്റ് കൂടുതൽ വന്നാലേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കുള്ളൂ, കൂടുതൽ കിട്ടുള്ളൂ. അതെ. അങ്ങനെയാണ് ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ? ശരിക്കും ഒരുപാട് സാധനങ്ങളുണ്ടോ അടുത്ത സമീപ പ്രദേശം? ഇല്ല, ഞങ്ങളുടേതായിട്ടുള്ള വർക്ക് ചെയ്യുന്നത് വർക്കുകൾ കുറവാണ്. അത് കാരണം കോമ്പറ്റീഷൻ നമുക്ക് കുറവാണ്. സാർ നേരത്തെ പറഞ്ഞ വലിയ തൂണൊക്കെ ഡിസൈൻ ചെയ്യണ ഇവിടെ മാത്രമേ അല്ലേ? അതുകൊണ്ടാണ് കൂടുതൽ അമ്പലങ്ങളുടെയും വീട് 4 കെട്ടിനുള്ള തൂണുകളൊക്കെ. പലരും ഇപ്പോൾ വാസ്തു നോക്കാറുണ്ട്, വീട് പോലെ വാസ്തു നോക്കാറുണ്ട്. അതൊക്കെ കുറെ പേര് അംഗീകരിക്കാറില്ല, കുറെ പേര് അംഗീകരിക്കുന്നുണ്ട്. അല്ല, ഈ 4 കെട്ട് പണിയുന്നവർ വാസ്തു നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ? അതെ, അതിൻ്റെ കണക്കുകളുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഒരുപാട് നാൾ കഴിയുമ്പോൾ ഭവിഷ്യത്തിലേക്ക് നീങ്ങും. അതെ. പലരും ഇവിടെ വന്ന് ഡിസൈൻ നമ്മുടെ വീട് കണ്ടുപോയതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പലരും 4 കെട്ട് നിർമ്മിക്കാറ്. ഇതിൻ്റെ നല്ല വശങ്ങളെടുത്ത്. ഈ കല്ലായി എന്ന് പറയുന്ന സ്ഥലം വളരെ മരത്തിന് ഫേമസ് ആയിട്ട്. അതെ. കോഴിക്കോട് അല്ലേ? അവിടെയൊക്കെ പോയിട്ട് എടുക്കാറുണ്ടോ മരങ്ങൾ സാർ? ഞാൻ തുടക്കകാലങ്ങളിൽ അവിടെ നിന്ന് എടുക്കാറുണ്ട്. എവിടെ നിന്നാണ് അവിടെ കൂടുതൽ മരങ്ങൾ വരുന്നത്? മരത്തിൻ്റെ ഒരു വലിയ വിപണി തന്നെ. അതെ, അത് നമ്മൾ കാട്ടിൽ നിന്ന് പുഴ വഴി കൊണ്ടുവരുന്നതാണ്. അതെ, അത് ഓട്ടോമാറ്റിക്കായി അത് ആ പുളിവെള്ളത്തിൽ കിടന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോഴത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ള കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെ, കൂടുതൽ ലാഭമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് കല്ലായി ആശ്രയിച്ചിരുന്നത്. പണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളില്ലല്ലോ. അപ്പോൾ അതൊരു പുളിവെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കുത്തില്ല. അങ്ങനെ ഒരു പ്രകൃതിദത്തമായ സംഭവം കൂടി ഉണ്ടായിരുന്നു. കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലായിടത്തും കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. കല്ലായി ആശ്രയിക്കാറുണ്ട്. ഇപ്പൊ പല പുതിയ മരങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ റബ്ബുഡ് അതുപോലുള്ള റബ്ബുഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന മെറ്റീരിയലാണ്. അത് ഹോട്ട് ചാമ്പറിലിട്ട് പ്രസ് ചെയ്ത് വരുന്നതാണ്. പല മരങ്ങളുടെ പീസ് അല്ലേ ഇത്? അതെ. പല മരങ്ങളല്ല, റബ്ബർ തന്നെ, ചെറിയ പീസ്, വലിയ പീസ്,
അത് ഫിംഗർ ജോയിനിങ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരം ജോയിൻ ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. കൂടുതൽ കബോർഡിനും കിച്ചൺ വർക്കിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന നവ്വുഡ് റബ്വുഡ് പോലുള്ള അപ്പോൾ സാധാ മരത്തിൽ നിന്ന് ഈട് നിൽക്കുന്നതാണോ? ഈട് നിൽക്കുന്നുണ്ട്, സാധാ മരത്തിനെക്കാട്ടും ഈട് നിൽക്കും. അതെ അതെ. പിന്നെ ഈ പണിത്തരമൊക്കെ കൂടുതൽ നല്ല ഫിനിഷ് വർക്കായിട്ട് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി മെഷീൻ ഫിനിഷ്ഡ് ആയിട്ട് വരുന്നത്. നമ്മളിവിടെ നിന്ന് ചിന്തൂര് തള്ളേണ്ട കാര്യമില്ല. ഇപ്പൊ ചിന്തൂര് തള്ളണ ഇതൊക്കെ കുറവാണ്. എല്ലാത്തിനും മെഷീനൊക്കെ മെഷീൻസ് കൂടുതൽ വന്നുകൊണ്ട് നമുക്ക് സഹായമായിട്ടുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഒരുവിധം ജോലികളൊക്കെ നമ്മുടെ കമ്പനിയിലേക്ക് എത്തും. അതെ. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ ജോലി വരുന്ന ആളുകൾക്ക് തന്നെ അപ്പോഴേക്കപ്പോൾ ചെയ്തു കൊടുക്കുകയാണ്. പ്ലെയിനിങ്, കടച്ചിൽ, പിന്നെ സ്പിൻഡിൽ മോൾഡറിങ് എന്ന് പറയുന്ന ഡിസൈൻ കട്ട് ചെയ്യുന്ന മെഷീൻ. നമുക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ മാത്രം വർക്കല്ല, പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാനും. അതെ അതെ. മറ്റുള്ള കമ്പനികളിലും അവർക്ക് പറ്റാത്ത പണികൾ നമ്മുടെ കമ്പനിയിലേക്ക് എത്തും. ഇവിടുത്തെ മാത്രം അല്ല വർക്ക്ഷോപ്പിലെ വർക്കല്ല ചെയ്യണം. അതെ അതെ അതെ. അത് ഞങ്ങൾ ജോബ് വർക്കായിട്ട് ചെയ്ത് കൊടുക്കും. നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഗുരുവായൂരിൽ ഹൃദയഭാഗത്താണ് നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ജീവനക്കാരുണ്ട്, നമുക്ക് നല്ല ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ട് കുറേ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊരാൾ വാങ്ങിച്ചുകൊണ്ട് പോയാലും സംതൃപ്തിയോടാണ് പോകുന്നത്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ സ്ഥാപനം നടത്തുന്നതിൽ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങളോട് ഈ കേരള വിഷനിലൂടെ ഞങ്ങളോട് ഇത്രയും സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ബിസിനസ് എന്ന് പറയുന്നത് ഒരു കലയാണ്. മനസ്സിൽ കലയുള്ള ഒരാൾക്ക് മാത്രമേ ബിസിനസ് തുടങ്ങുവാനും ബിസിനസ്സിൽ വമ്പിച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുള്ളൂ. ഗുരുവായൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഫർണിച്ചർ കട. ഇനിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.